സത്യാണോ നീ പറയുന്നേ? കള്ളാണെങ്കിൽ അമ്മ ഒന്ന് നോക്ക്, വാ. ആഹാ, എന്റെ മോൻ ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന് കരുതി. നീ മാത്രമേ ഉള്ളോ? നാത്തൂനും കൊച്ചാട്ടനും ഒന്നും വന്നില്ലേ? അമ്മാവനെവിടെ? കണ്ട, രക്തബന്ധം രക്തബന്ധം തന്നെ. നമ്മളൊക്കെ അന്യര് അല്ലേ മക്കളെ? ദേ, നിങ്ങളുടെ അനന്തരവും വന്നിട്ടുണ്ട്. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണമല്ലോ. ഞാൻ ചായ എടുക്കാം, നിനക്ക് പ്രിയപ്പെട്ട പലഹാരം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം. സാജേട്ടന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? വലിയ ചാടയാണെങ്കി പോ. എണിക്കണ്ട എണിക്കണ്ട, ഇരിക്കെ. അത്ര വലിയ ബഹുമാനമൊന്നും നിനക്ക് എന്നോടില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരാൾക്ക് ഭാഗ്യം വരുമ്പോൾ ശത്രു മിത്രമൊക്കെ ഒത്തുകൂടുമെന്ന് കേട്ടിട്ടുണ്ട്. ആ, എന്നാ നീ ദൂരം ഒത്തിരി ഉണ്ടേ. സമയത്തിന് അവിടെ എത്തണം. ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ളതാ. ലക്ഷങ്ങളുടെ ഏർപ്പാടാണ്. നിന്റെ അമ്മാവ് റബ്ബർ തോട്ടം വാങ്ങാൻ പോവാ. കാശ് എവിടുന്നാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ചോദിച്ചാ ദേഷ്യപ്പെടും. ഞാനും അമ്മയും നിർബന്ധിച്ച് ചോദിച്ചതാ. അപ്പൊ പറയാ കളഞ്ഞു കിട്ടിയതാന്നു. അച്ഛൻ കാറും ബുക്ക് ചെയ്തിട്ടുണ്ട്, 12 ലക്ഷത്തിന്റെ. ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാ. വിശാലം, കുറിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ല അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ എന്തെങ്കിലും. ഇനി നിനക്ക് സംശയമുള്ള ആളിന്റെ ഫിംഗർ പ്രിന്റ്സ് കൂടി കാണണം. എന്താടാ ഇഷ്യൂ? അത് പിന്നെ പറയാം. ആളിവിടെ ഉണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. നീ അങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രം അമ്മാവൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അന്നത്തോടെ വരവ് നിർത്തിയനെ. അമ്മാവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം കൂടെ ഒഴിച്ചു കുടിച്ചിട്ട് വിളിച്ചു പറയാതിരുന്നാ നല്ലത്. നീ കുടിക്കോടെ. ബഹുമാനൊക്കെ അവിടെ ഇരിക്കട്ടെ, കുടിക്കൊക്കെ പറ. കുടിച്ചിട്ടില്ല, ഇന്ന് കുടിക്കാം. അമ്മാവനാ ഗുരു. ഓ, അതുകൊണ്ട് അമ്മാവൻ കുടിച്ച ഗ്ലാസ്സിൽ തന്നെ കുടിക്കാം. അതന്നെ വേണോ? വേറൊരു ഗ്ലാസ് ആയിക്കൂടെ? എന്റെ ഒരു ആഗ്രഹം. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. വേണ്ട, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ഓ, അമ്മാവന്റെ മുമ്പിലിരുന്ന് ബഹുമാനം കൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റണില്ല. ഞാനങ്ങ് മാറിന്ന് കുടിച്ചോളാം. ഓ, ചവയ്ക്കാൻ. ഓ, വിശാലം, ഒരു ഗ്ലാസും കൂടി എടുത്തേ. ഗ്ലാസ്സിൽ കണ്ട അടയാളവും കട്ടിലിൽ കണ്ട അടയാളം സെയിം ആണ്. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ കൃത്യമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? എനിക്കറിയേണ്ടത് ഈ മുറിയിൽ എല്ലായിടത്തും കണ്ട വിരൽപ്പാടും ഈ ഗ്ലാസ്സിലെ വിരൽപ്പാടും ഒന്നാണോ എന്നാണ്. അതാണോ? അതെ. അപ്പൊ നീ വിട്ടോ, ബാക്കി ഞാൻ മാത്രം ചെയ്യേണ്ടതാ. ഞാൻ ഹെൽപ്പ് ചെയ്യാടാ. വേണ്ടടാ, നീ പൊക്കോടാ. അപ്പൊ എന്നെ കൊണ്ട് വിചാരിച്ചാലും നീ സാധിച്ചല്ലോ. എന്നാ ഞാൻ പോട്ടെ. എന്നെ മനസാക്ഷിയില്ലാത്തവൻ, കുടുംബദ്രോഹി എന്നൊക്കെയല്ലേ ഈ കുഴിവിള വീട്ടുകാർ മുഴുവൻ വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് എന്തായി? ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായോ? കൊച്ചാട്ടൻ എന്നും എന്റെ കൊച്ചാട്ടൻ തന്നെ. ഈ നാത്തൂനും അളിയനും എനിക്ക് എന്നും എന്റെ അളിയൻ തന്നെയാ. വാസുദേവൻ എന്ന പേര് വാസുട്ടി എന്ന ചെല്ലപ്പേരാക്കി മാറ്റി ആദ്യം വിളിച്ചത് ആരാ? ഈ ഞാനാ. പക്ഷെ നിങ്ങളാ സന്തതി ഉണ്ടല്ലോ, അവനെ പല മോനെന്ന് വിളിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിങ്ങളുടെ ആഗ്രഹം അവ സാധിച്ചു തരും. എന്റെ ഏതാഗ്രഹം? 10 പവൻ പോലും കിട്ടില്ലെന്ന് കരുതിയിട്ടല്ല എന്റെ മോളാവൻ വേണ്ടെന്ന് വെച്ചത്. ഇപ്പോ 10ന്റെ സ്ഥാനത്ത് പവൻ 100 കൊടുക്കാൻ പോകുന്നത്. കാറും കൊടുക്കും, ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റമുണ്ട്. ചെറുക്കൻ വിശാലം നിന്റെ മോനല്ല, നല്ല 1ാം തരം എഞ്ചിനീയർ. തോറ്റതല്ല, ജയിച്ചവൻ. നീതി കിട്ടിയ പോലെയല്ലേ എന്റെ കയ്യിൽ കാശ് വന്ന് ചേർന്നത്. അതും എത്രയാണ് ഈ കമലം? വിശാലം എത്രയാ? അല്ലെങ്കിൽ വേണ്ട, അതൊന്നും നിങ്ങൾ ഇപ്പൊ അറിയണ്ട. ഓ, ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും കൈ നിറയെ പണം. സ്വന്തം അമ്മാവനാണ് എടുത്തിട്ട് ഉരുട്ടുന്നത്. അളിയൻ എന്ത് പണിയായി കാണിച്ചേ? എന്റെ പൊന്നളിയാ, ഞാനൊരു തമാശക്ക് നളിനിയെ മറ്റൊരുത്തിന് കെട്ടിച്ചുടക്കണമെന്ന് പറഞ്ഞു പോയി. തമാശക്ക്. അത് കേട്ടതും ഇവന്റെ കുത്തിന് കയറി പിടിച്ചു കൊടുത്ത്
എനിക്കൊന്നും പറ്റിയില്ല. മുത്തേ നൊന്തടാ, സാരമല്ല കേട്ടാ, സാരമല്ല. എന്നിട്ട് കേക്കളിയാ, അതൊന്ന് തിരുത്തി പറയാൻ ഒരു അവസരം തരട്ടെ എനിക്ക്. ഇത് നമ്മൾ തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളല്ലേ, എന്റെ കൊച്ചിനെ ഇവനെ കൊടുക്കൂ. മക്കളെ, ഇത്ര സ്നേഹമുള്ള അമ്മാവനാണോ എടുത്തോട്ട് ഉരുട്ടിയത്? മതി അളിയാ, ഇനി അവന് വഴക്കൊന്നും പറയണ്ട. അളിയങ്ങ് വന്നേ, വാ നമുക്കിതൊന്ന് ആഘോഷിക്കണം അളിയാ. അതിൽ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. വാ. നാത്തൂനെ, ഞാനിങ്ങ് പേടിച്ചു പോയി. ഞാനും വിചാരിച്ചു ചെറുക്കാൻ എന്താ പറ്റിയ. സാജൻ എന്ന പേര് മാറ്റിയിട്ട് കാർക്കോടകനിടാം, അതാ ചേരുന്നേ. മനസ്സിൽ ഇത്രയൊക്കെ വെച്ചോണ്ട് നടന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. താങ്ക്സ്. ദേ അവൻ വന്നു. എവിടെയായിരുന്നടാ 2 ദിവസം? ഞാനും പാർവതി മാറി മാറി വിളിച്ചു. ഇടയ്ക്ക് ബെല്ലുണ്ടായിരുന്നു, അപ്പോൾ എടുത്തില്ല. പിന്നെ സ്വിച്ച് ഓഫും. എന്തു പറ്റി? ഓ, ഒന്ന് കറങ്ങി. വെറുതെ കുറെ പ്രശ്നങ്ങൾ. വീട്ടിലോ? അതെല്ലാം ഉണ്ട്. ഞാൻ വീട്ടിലും ഇല്ലായിരുന്നു. നീ വീട്ടിലുണ്ടായിരുന്നു എന്ന് വാസൂട്ടിയങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അന്ന് പറഞ്ഞ ഡീൽ എന്നാ? നീ കാശെടുത്തോണ്ട് വന്നോ? ഡാ, നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ വീട്ടിലായിരുന്നല്ലോ ക്യാഷ് വെച്ചിരുന്നത്. അമ്മാവനും എല്ലാവരും 2 ദിവസമായിട്ട് വീട്ടിലുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ച് അതുമായി ഇറങ്ങാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമാണോ? ഞാനും വരാം, നീ ഒന്ന് കൂടെ നിന്നാ മതി. ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചോളാം. ഡീല് 2 ദിവസത്തേക്ക് മാറ്റി വെക്ക്. അത് പറ്റില്ലേ? അത് നടക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് പറഞ്ഞതാ. നല്ല പ്രോഫിറ്റും കിട്ടുന്നതാ. നീ ഉഴപ്പാതെ വാ, പോവാം. അത്ര ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ വേണ്ട, നീ അത് ക്യാൻസൽ ചെയ്തേക്ക്. എന്തു പറ്റി? ഒന്നും പറ്റാതെ ഇവിടെ വന്ന് വിളിച്ചു നിൽക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കുറെ വിളിച്ചായിരുന്നു കേട്ടോ. കുറെ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും. പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു കിടക്കണോ? എനിക്കറിഞ്ഞൂടാ. അയ്യോ, നീ ഇവിടെ ആദ്യമായിട്ടല്ലേ? അതെ. വാ. ദാ, അയ്യോ, ദേ, ഇവളെ കാണണമെന്ന് നീ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ ചാടി പുറപ്പെട്ടേക്ക് പോകുന്നു. പിന്നെ ഞാനും കരുതി എപ്പോഴാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കണോളല്ലേ. നീ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് സണ്ണി വിളിച്ച് പറഞ്ഞായിരുന്നു. മറ്റാരും അല്ല, നമ്മുടെ ചാക്കോയും പിള്ളേരുവാ. അവന്മാർക്കാണ് എന്നെ കണ്ടോണ്ടിരിക്കണം. എന്ത് ചെയ്യാ? എപ്പോഴും ദേഷ്യം മാത്രമുള്ള ആള് എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞ്? വാ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇതെന്റെ റിലേറ്റീവ് ആണ്. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇരിക്കും. ആരും അറിയാതെ കുറെ പണം കിട്ടാൻ അയാൾ എന്താ കുഴിച്ചെടുത്താണോ? നളിനി സത്യം പറഞ്ഞോ? അച്ഛനെയും മോളി ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. വേണ്ട, ഇങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിനേക്കാൾ ഭേദം അതാ. നളിനി പ്ലീസ്, നിന്നോട് എനിക്കൊരു പ്രശ്നമില്ല. ആ തന്തയുടെ മോളായി പോയതാ അന്നും ഇന്നും എന്റെ പ്രശ്നം. എല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, സത്യം പറ. പണം എവിടുന്നാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, അത് നേരായ രീതിയിൽ കൂടിയല്ല. പിന്നെ ആരോടും ഒന്നും പറയരുതെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഇങ്ങനെയാണല്ലോ, എന്ത് കാര്യത്തിലും ജയിക്കണം. ജയിച്ചാ പോലും എന്നെ കുറെ ചീത്ത വിളിക്കും. എന്നിട്ട് ഞാൻ കരയുന്നത് കണ്ട് ആനന്ദിക്കും. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമ്പോ ഒന്ന് പറയണേ, ഞാൻ പോവാ. ആ കണ്ണു തുറച്ചിട്ട് പോ. സാജൻ സാറിന്റെ ഇമേജ് ഞാൻ തകർക്കില്ല. പോരെ.